നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഇവിടെ കലോത്സവ വേദിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഞാൻ കലോത്സവത്തിന് വിധികർത്താവായി പോകുന്നൊരു വ്യക്തിയാണ്. എന്നിരുന്നാലും പലരും ഇപ്പോൾ വിധി നിർണ്ണയം നടത്തുന്നത് പല പോലെയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എങ്ങനെയാണ് നടത്തുന്നുള്ളത് അവനവന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിധി നിർണ്ണയത്തിൽ ഒരു കാര്യം സത്യമാണ്. കാരണം ഒരു 10 കുട്ടികൾ മത്സരിച്ച ഒരു ഇനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ പറഞ്ഞിട്ട് വെറും ഫസ്റ്റ് മാത്രമേ അവർ അനൗൺസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അവനവൻ്റെ സ്ഥാനം ഏതാണ് എന്നറിയാനുള്ളൊരു അവകാശമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സെക്കൻഡ്, തേർഡ് കൂടി പറയാം എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നീട് അതിൽ ആർക്കൊക്കെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പറയാം. കാരണം എ ഗ്രേഡ് കിട്ടിയാൽ പോലും കുട്ടികൾക്ക് വളരെ കുട്ടികൾക്കും പേരൻസിനും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വളരെയധികം സന്തോഷമാണ്. പക്ഷേ അത് പല സംഘാടകരും ഫസ്റ്റ്, അതായത് ഇപ്പോൾ സബ് ജില്ലയിൽ പോവാച്ചാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ അർഹതപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് അല്ലെങ്കിൽ നമ്പർ മാത്രമേ അനൗൺസ് ചെയ്യുന്നുള്ളൂ. അത് മറ്റുള്ളവർക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ആരും അത് സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മാത്രമല്ല, ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു ഫസ്റ്റ് കൊടുക്കാതെ ഡിസ്ട്രിക്റ്റിലെങ്കിലും സ്റ്റേറ്റിലേക്ക് ഒരു 3 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ആ 3 കുട്ടികളെ ലോട്ടിട്ടെടുത്തിട്ട് അതിലേതെങ്കിലും ഒരു കുട്ടീനെ പറഞ്ഞയച്ചാൽ എത്ര നല്ല കാര്യമാണ്. ചിലർ പറയും ഫസ്റ്റ് കിട്ടിയ കുട്ടിക്കല്ല കിട്ടേണ്ടത്, സെക്കൻഡ് കിട്ടിയ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ തേർഡ് കിട്ടിയ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളും. മാത്രമല്ല, കാശ് കൊടുത്തിട്ടാണ് ഈ ഫസ്റ്റ് വാങ്ങിച്ചത്, അങ്ങനെയും ചിലർ പറയും. അപ്പോൾ എന്തായാലും 3 പേരുടെ കയ്യിൽ നിന്നൊന്നും എന്തായാലും പൈസ വാങ്ങിക്കില്ലല്ലോ. ഫസ്റ്റ് കൊടുത്ത കുട്ടിക്കാണ് ഫസ്റ്റ് പൈസ വാങ്ങിച്ച് ഫസ്റ്റ് കൊടുത്തെങ്കിൽ ഈ 3 കുട്ടികളും ഒന്നിനൊന്ന് മെച്ചമായി. ഞാൻ ഒരു ഡിസ്ട്രിക്റ്റിലൊക്കെ വന്നിരുന്ന് മാർക്ക് ഇടാൻ നമുക്ക് ഏതിന് മാർക്ക് കൊടുക്കണം എന്ന് ശരിക്കും കണ്ണ് തള്ളിപ്പോകും. കാരണം മൈല്യൂട്ട് പോയിന്റുകൾക്കൊക്കെയാണ് അടുത്ത സെക്കൻഡും തേർഡും ഒക്കെ ആയി മാറുന്നത്. അപ്പോൾ എന്ത് വേണം, സംഘാടകർ എന്ത് വേണം, ഈ ഒരു 3 കുട്ടീനെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ 3 കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ലോട്ട് എടുത്തിട്ട് കൊടുക്കുക. ആ നമ്പർ ആർക്കാണോ ആ ലോട്ട് കിട്ടി ആ കുട്ടീനെ സ്റ്റേറ്റിൽ വിടുക. അതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ പുറത്ത് ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അനൗൺസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാത്രമല്ല, കിട്ടിയ ഓരോ എ ഗ്രേഡ് കിട്ടിയ എല്ലാ കുട്ടികളെയും ജഡ്ജ് അല്ലെങ്കിൽ സംഘാടകർ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ അതൊന്നും കാണാറില്ല. പല മത്സര സ്ഥലത്ത് നിന്നും കുട്ടികൾ വളരെ വിഷമത്തോടെ ഞങ്ങളെ ഗ്രേഡ് എന്താണെന്നൊന്ന് അറിയാൻ പറ്റുമോ, ജഡ്ജസിൻ്റെ അടുത്തൊന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങളെ ഗ്രേഡ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമോ? ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല. ജഡ്ജസിന് കിട്ടിയ മാർക്കോ അല്ലെങ്കിൽ ഏത് ഗ്രേഡാണെന്നോ പറയാനുള്ള ഒരു അവകാശമില്ല. നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്നാണ് സംഘാടകർ പറയുന്നത്. അത് ശരിയാണ്, ഇപ്പോൾ സംസാരിക്കേണ്ട. എങ്കിൽ സംഘാടകർക്ക് തന്നെ അത് വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ, അവരത് പറയൂല. അതുകൊണ്ട് ഇനി മുതൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ സംഘാടകരും കൂടി കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ വളരെ നന്നാവും എന്നാണ് എനിക്കൊരു അഭിപ്രായം വരാനുള്ളത്. പിന്നെ കുറേയൊക്കെ കുട്ടികളുടെ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും സ്റ്റേജിൽ, കാരണം ഒരുപാട് നന്നായി കളിക്കുന്ന കുട്ടികൾ സ്റ്റേജിൽ ചിലപ്പോൾ അത്രയും കളിച്ചെന്ന് വരില്ല. ആ സ്പോട്ട്, ആ 10 മിനിറ്റ് എന്താണോ കുട്ടി കളിക്കുന്നത് അതനുസരിച്ചാണ് ജഡ്ജസ് മാർക്ക് ഇടുന്നത്. ഈ കുട്ടിയുടെ ഭാവിയോ വർത്തമാനോ ഭൂതം ഒന്നും ആ ജഡ്ജസിന് അറിയില്ല. അപ്പോൾ അവിടെ ആ കുട്ടി എന്ത് കളിക്കുന്നോ അതിനുള്ള മാർക്കാണ് ആ ജഡ്ജസ് ഇട്ടിട്ട് പോണത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ എളിയ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.